ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈകെട്ടി ഈശോയുടെ സവിധത്തിലേക്ക് കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പിയോഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കൾക്കും ഹാർദവമായ സ്വാഗതം. നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതിയല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾക്ക് ഒരു സന്തോഷത്തോടെ സ്തുതിയൊല്ലിക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്ല, ഇത്ര മഹത്തായ ഒരു പ്രഭാതം, വെളുപ്പിന് 3 മണി നേരം സങ്കീർത്തനോട് ചേർത്ത് നമുക്കൊരു നന്ദി പറയാം. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. എല്ലാത്തിനും എൻ്റെ ഹൃദയം ആനന്ദത്തോടെ നന്ദി പറയുന്നു ഈശോയെ. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവർ, എത്ര മഹത്തായൊരു വചനമാണ്. നമ്മൾ യുദ്ധത്തിനിറങ്ങണ്ടെന്ന്, നമ്മൾ നീതിയോടെ ജീവിച്ചാൽ മതി, കർത്താവ് നോക്കിക്കൊള്ളും. ഈ ശക്തമായ വചനം ധ്യാനിച്ചുകൊണ്ട് കൈകെട്ടി ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഭാഗം വെളുപ്പിന് 3 മണി നേരത്ത് കർത്താവിന് സമർപ്പിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളൊന്ന് മുട്ടുകുത്തി നിന്നേ, മുൾക്കിരീടമൊക്കെ എടുത്ത് അണിഞ്ഞേ, കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തിക്കേ. ഈശോയുടെ സഹനത്തോടൊന്ന് ചേർന്നോ, ഇന്ന് നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 3 നിയോഗമാണ്. 2 അച്ഛൻ പറയുകയാണ്. 1, പഠിച്ചുകൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതുന്ന നമ്മുടെ അരുമ മക്കൾ, അവർക്ക് വിജ്ഞാനം കിട്ടട്ടെ, അവർ ജീവിതത്തിൽ വിജയിക്കട്ടെ. 2, ഇന്ന് യുദ്ധക്കെടുതിയിൽപ്പെട്ടിരിക്കുന്ന എല്ലാ ഹതഭാഗ്യരായ മക്കളെയും ഈശോയുടെ കെട്ടിലേക്ക് സമർപ്പിക്കുന്നു. 3, നിൻ്റെ നിയോഗമാണ്. എന്താണ് ഈ പുലർകാലത്ത് നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ആ അവസ്ഥ? കടബാധ്യതയാണോ? ജപ്തി പ്രശ്നമാണോ? ദാമ്പത്യ പ്രശ്നമാണോ? മക്കളെക്കുറിച്ചുള്ള പ്രശ്നമാണോ? രോഗമാണോ? നിനക്കൊരു ഭവനം വേണം, ഒരു തുണ്ട് ഭൂമി വേണം. സർവോപരി നിനക്ക് ഒരു ദൈവവേല ചെയ്യണം. മക്കളെ, ഞാൻ പറയാത്തൊരു കെട്ട് ഇന്ന് പ്രഭാതത്തിൽ നിനക്കുണ്ടെങ്കിൽ എടുത്ത് കർത്താവിൻ്റെ കെട്ടിലേക്കൊന്ന് വെച്ച്. ഇന്ന് വരെ കർത്താവ് നമ്മളെ പരാജയപ്പെടുത്തിയിട്ടില്ല. അവൻ്റെ കെട്ടിനാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ നൊവേനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് ഇപ്പോൾ കെട്ടഴിക്കുന്നു, കർത്താവെ സമർപ്പിക്കുന്നു. പുലർകാലത്ത് ഇന്ന് നിന്നോടൊപ്പമായിരിക്കുന്ന എല്ലാ മക്കളെയും തൊട്ടതിന് നന്ദി ഏറ്റുചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി, എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം ഈശോയോട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പിയോഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വന്നു. നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹം എണ്ണി ഈശോയ്ക്ക് നന്ദി പറയുന്നു പറഞ്ഞേ, സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഒരുപരി മഹത്വം കൊടുത്തെന്ന് പറഞ്ഞേ, നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട്, കടന്നു വാ മക്കളെ. എല്ലാവരുടെയും കെട്ടി ഈശോ അഴിക്കും. ഇന്ന് വരെ അഴിച്ചിട്ടുണ്ട്. പിയോഫൻ ധ്യാന കേന്ദ്രത്തിൽ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എല്ലാ ദിവസവും ഇവിടെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയാണ്. ഈ പരിസരം മുഴുവൻ ആരാധനയാണ്. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരുന്ന് കൗൺസിലിംഗ് ശുശ്രൂഷയാണ്. എല്ലാ ദിവസവും എന്നോണം ഞങ്ങൾ ഹോം മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോമ്പുകാലത്തിൻ്റെ ധന്യതയിൽ ഞങ്ങൾ ഇടവകതോറും ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിലുണ്ട്. രാത്രി അമ്മയോടൊപ്പം ഇരുന്ന് കർത്താവിനെ ആരാധിക്കാൻ. ഈ സദ്വാർത്തയ്ക്ക് എല്ലാവരും പറയുക, നിങ്ങൾക്ക് ബുധനാഴ്ച വൈകുന്നേരം ഇവിടെ എത്തിയാൽ ഇവിടെ വിശ്രമിച്ചുകൊണ്ട് വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സദ്വാർത്ത നിങ്ങളെല്ലാവരും പറയുക. ഒരു കപ്പുച്ചൻ വൈദികൻ എന്ന നിലയിൽ 2 നല്ല കാര്യം കൂടെ പറയുകയാണ്. 1, ഈ വർഷം കത്തോലിക്ക സഭ ഫ്രാൻസിസിൻ്റെ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഫ്രാൻസിസ് അസിസി, അദ്ദേഹം മരിച്ചിട്ട് 800 വർഷമായി. സഭ ഇന്ന് വലിയ ആത്മീയ നിറവ് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പൂർണ്ണ ദണ്ഡവിമോചനം ആർക്കും സ്വീകരിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രാൻസിസ്കൻ ആലയത്തിലേക്ക് പ്രവേശിക്കുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുമ്പസാരം നടത്തുക, പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായിട്ട് ഒരു വിശ്വാസ പ്രമാണം, 3 സ്വർഗസ്നായത്, 3 നന്മ നിറഞ്ഞ ഒരു തൃത്വസ്യം ചൊല്ലുക. വിടുതൽ കിട്ടും സകല പാപങ്ങളിൽ നിന്നും. ഈ സദ്വാർത്ത അനേകരെ അറിയിക്കണം കേട്ടോ. ഒപ്പം സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പ്രൊവിൻസ്, അത് എൻ്റെ പ്രൊവിൻസ്, കളമശ്ശേരി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊവിൻസിൽ ഞങ്ങൾക്കൊരു വലിയ സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങളൊരു ജ്യേഷ്ഠ സഹോദരൻ ഫാദർ തിയോഫിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അദ്ദേഹം ഇപ്പോൾ ധന്യനായി എറണാകുളത്ത് പോകുമ്പോൾ വൈറ്റില പൊന്നൂരി കപ്പൂച്ചൻ ആശ്രമത്തിലേക്ക് പോവുക. അവിടെ അദ്ദേഹത്തിൻ്റെ സമാധിയുണ്ട്. അനേകായിരങ്ങൾ വന്നുകൊണ്ടിരിക്കുക.
ഈ സദ്വാർത്തയോട് ചേർന്നുകൊണ്ട് കൈകൾ കൂപ്പി ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.